കൊവ്വൂർ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. മാമാനം ഉണ്ണികൃഷ്ണമാരാരുടെ ശിക്ഷണത്തിൽ 14 കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. കോവൂർ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കുട്ടികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം ആസ്വാദകരുടെ മനം കവർന്നു. മാമാനം ഉണ്ണികൃഷ്ണമാരാരുടെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 14 കുട്ടികളുടെ അരങ്ങേറ്റമാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. കുട്ടിമേളക്കാർ മണിക്കൂറുകളോളം പഞ്ചാരിമേളത്തിൽ വിസ്മയം തീർത്തു. പഞ്ചാരിമേളം കാണാനും ആസ്വദിക്കാനും 1000-ലധികം പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഓരോ കാലവും കൊട്ടിക്കയറുമ്പോൾ ആസ്വാദകർ കുട്ടികൾക്കൊപ്പം താളമിടുന്നതും കാണാമായിരുന്നു. ചെണ്ടയുടെ ശബ്ദമാധുര്യവും ഗാംഭീര്യവും ഒത്തിണങ്ങുന്നതാണ് പഞ്ചാരി. മറ്റ് ചെണ്ടമേളങ്ങളെല്ലാം 4 കാലം കൊട്ടാനുള്ള സംവിധാനമേയുള്ളൂ. പഞ്ചാരിയാകട്ടെ 5 കാലം കൊട്ടാൻ പാകത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ നേരം കൊട്ടാനുള്ള സൗകര്യവും പഞ്ചാരിമേളത്തിലുണ്ട്. പഞ്ചാരിമേളത്തെക്കുറിച്ച് ചാവശ്ശേരി നാരായണമാരാർ പറയുന്നതിങ്ങനെ: പഞ്ചാരിമേളം എന്ന് പറഞ്ഞാൽ ഈ മേളത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതും കേൾക്കാൻ സുഖമുള്ളതും 5 കാലമായിട്ട് ഉള്ളതാണ് പഞ്ചാരി മേളം എന്ന് പറയുന്നത്. 5, 96, 48, 24, 12, 6 അക്ഷരകാലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പഞ്ചാരിമേളം. പഞ്ചാരിമേളമാണ് ജനങ്ങൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന മേളങ്ങളിൽ ഏറ്റവും നല്ല മേളം. അതുകൊണ്ടാണ് കുട്ടികളെ പഞ്ചാരിമേളം അഭ്യസിപ്പിച്ചിട്ട് പഞ്ചാരിമേളം അരങ്ങേറ്റം കഴിക്കാൻ തീരുമാനിച്ചത്. വസുദേവ്, ധ്യാൻ കൃഷ്ണ, ഷാൽവിൻ, നിവിൻ കൃഷ്ണ, ആരുഷ്, ധ്യാൻ ദീക്ഷിത്, സായിഗിരി, ആഗ്നേയ്, അനന്തു, വൈഷ്ണവ്, ആദിദേവ്, ആദികൃഷ്ണ, അനന്തകൃഷ്ണൻ, ആദിത്യൻ എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ച കലാകാരന്മാർ. കുട്ടികളെ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.